ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് കന്നിമാസത്തിലെ ആയില്യമാണ്. സെപ്റ്റംബർ മാസം 28 ശനിയാഴ്ച ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം. ഈ ഒരു കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും കന്നിമാസത്തിലെ ആയില്യത്തിന് വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത്. നിങ്ങൾ ഈ 6 രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാനുഗ്രഹം ഈ ഒരു ആയില്യം നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളും, പല ബുദ്ധിമുട്ടുകളും, തടസ്സങ്ങളുമൊക്കെ വിട്ടുമാറുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ലഭിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെയൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ജാതകവശാൽ നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും എന്ന സത്യം കൂടെ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. പൊതുവെ കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ സെപ്റ്റംബർ മാസം 28-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഇതിൽ ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും എന്നുള്ളതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ പലർക്കും വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന അവരവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള മനപ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ, കടബാധ്യതകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു രോഗദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമാണ് ഈ ഒരു ആയില്യം നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യം, ഒരു നന്മയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കും. അവരവരുടെ കർമ്മമേഖല, ജോലിയിലൊക്കെ നേരിടുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ആശുപത്രിവാസവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു ആയില്യം നാൾ മുതൽ നിങ്ങൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയത്തിനെയൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരവരുടെ കർമ്മമേഖല, ജോലിയിലൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ഇതൊക്കെ ഇടവം രാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം. നമ്മൾ ജീവിതത്തിൽ ലാഭമെന്ന ഒരു വാക്ക് കേൾക്കാനിടയില്ലാത്ത സാഹചര്യം. എത്ര നമ്മൾ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ആണെങ്കിൽ പോലും പ്രതീക്ഷയ്ക്കൊത്ത ഒരു ധനവരുമാനം, ഒരു ഉയർച്ച, ഒരു സമ്പാദ്യമില്ലാത്ത അവസ്ഥ, അനാവശ്യമായിട്ട് വന്നു ചേരുന്ന പാഴ്ചിലവുകൾ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലതരത്തിലാണ് ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ഇടവം രാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള കഷ്ടതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം 28 മുതൽ ആരംഭിക്കുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം 28 കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ വളരെയധികം ഈശ്വരാനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. തീരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത, സ്വപ്നത്തിൽ പോലും കരുതാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു കാലയളവുകളിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലിയിൽ, തൊഴിലിലൊക്കെ പലതരത്തിലുള്ള ഒരു വീഴ്ചകൾ, താഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ചെറിയ രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർക്കിടകം രാശിക്കാരുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും. സാമ്പത്തികപരമായിട്ട് വളരെയധികം കഷ്ടതകൾ, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന കർക്കിടകൻ രാശിക്കാരും കുറവല്ല. മംഗല്യകാര്യങ്ങളിൽ, വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായ തടസ്സം, പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും അനുഭവത്തിലുള്ളത് എന്നുള്ളതാണ് സത്യം. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, വളരെ നല്ല നിലയിൽ നിന്നും ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കൊക്കെ എത്തിപ്പെട്ടവരൊക്കെ വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ചിലർക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ 28 ആയില്യം നാൾ മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് പരിഹാരം ലഭിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരും. ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, തടസ്സങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ വിട്ടുമാറുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ, ആശുപത്രി വാസങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം, ഒരു ഉന്മേഷം വന്നു ചേരുന്ന സമയം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഒരു കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ നിങ്ങൾ കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരുകയും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്തിനെ കർക്കിടകം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. കുടുംബത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ നേരെ അനാവശ്യമായിട്ടൊരു ശത്രുത, ഒരു എതിർപ്പുകൾ ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പല നക്ഷത്ര ജാതകരെയും സംബന്ധിച്ച്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളോ ചെറിയ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നവരും ചിങ്ങം രാശിയിൽ കുറവല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരു കടബാധ്യത, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നു ചേർന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ചിങ്ങം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റമാണ് ഈ ഒരു ആയില്യം നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അനാവശ്യമായിട്ട് ചില കേസ് വഴക്കുകളിൽ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ അകപ്പെട്ടു പോയ ചിങ്ങം രാശിക്കാരും കുറവല്ല.
നമ്മൾ ചെയ്യാത്ത തെറ്റിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് കുടുംബ ബന്ധങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയേണ്ട ഒന്ന്, പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ചിലരെ സംബന്ധിച്ച് ഒരു താൽക്കാലിക വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കാലവുമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാലതാമസങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹം നടന്നു കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ചിങ്ങം രാശിയിൽപ്പെട്ടവർ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സെപ്റ്റംബർ 28 മുതൽ കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കുടുംബജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ കർമ്മ മേഖലയിൽ, ജോലിയിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാർഗം, ഒരു പരിഹാരം ഈശ്വരാനുഗ്രഹം കൊണ്ട് തെളിഞ്ഞു വരുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലമാണ്. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ആയില്യം നാൾ മുതൽ വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വിജയം ലഭിക്കുന്ന സമയമാണ്. എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു നന്മ, ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലെത്തുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. ആ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയവും. ഈ ഒരു സമയത്തെ ചിങ്ങം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. നമ്മുടെ ദശാകാലങ്ങൾക്ക് നമ്മളെ അത്രമേൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ജാതകപ്രകാരം എന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആയില്യം നാൾ മുതൽ സെപ്റ്റംബർ 28 മുതൽ ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മനസ്സിനൊരു സന്തോഷം, സുഖം, സമാധാനമില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് വൃശ്ചികം രാശിക്കാരിൽ പലരും. മനസ്സിനെ അലട്ടുന്നത്, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പലരെയും സംബന്ധിച്ച്. ചിലർക്ക് അകാരണമായ ഒരു ഭയം, ഒരു ആത്മവിശ്വാസക്കുറവ്, ശുഭാപ്തി വിശ്വാസക്കുറവൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിൽ അവരവർ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ലൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സന്തോഷം, സമാധാനം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിലായിരിക്കും മുന്നോട്ടുള്ള അനുഭവം. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു നല്ല തീരുമാനമെടുക്കാൻ വരെ ബുദ്ധിമുട്ടിയവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നല്ല തീരുമാനമെടുക്കുന്നതിൽ ഒരുപാട് തടസ്സം. തീരുമാനങ്ങളെന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലി, അവരുടെ ബിസിനസ്സിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനമായും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആശ്വാസം, സന്തോഷം, സമാധാനം ഒക്കെ നൽകുന്ന തരത്തിലായിരിക്കും ഒരു നല്ലൊരു മാറ്റം അനുഭവത്തിൽ വരിക. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുഖം എന്നൊരു വാക്ക് വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും കേൾക്കാനായിട്ട് ഇടയില്ല. കാരണം പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അനുഭവത്തിൽ ആശുപത്രി വാസങ്ങളൊക്കെ വന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് ചെയ്ത ജോലി, തൊഴിൽ ഒക്കെ അതിലൊക്കെ വളരെ പെട്ടെന്ന്
ചെറിയ വീഴ്ചകൾ, ബുദ്ധിമുട്ടുകൾ, അതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വരികയും ജീവിതത്തിൻ്റെ ഗതി തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറിയവരും കുറവല്ല. പൊതുവെ പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടവരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന നിലയിലേക്കൊക്കെ എത്തിയവരും കുറവല്ല. വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച്, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മത്തിലുണ്ടായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു നല്ല സമയമാണ് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആശുപത്രിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചിലവഴിക്കേണ്ട അനാവശ്യമായ പാഴ്ചിലവുകളൊക്കെ വന്നവർ ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, ആശ്വാസം ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് നിന്നുപോയിരുന്ന എല്ലാ കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന സമയം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, കാലതാമസം, ബുദ്ധിമുട്ട്, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ വൃശ്ചികം രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. പൊതുവേ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാരായ പല വ്യക്തികളെയും സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെ സഹോദരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നവരും, ആ സ്വന്തം ബന്ധങ്ങളിൽ, കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ സഹോദരങ്ങളുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. കുടുംബ ബന്ധങ്ങൾ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്കൊരു സുഖം, ഒരു നന്മ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പലരുടെയും കുടുംബത്തിൽ ഒരു മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയം. അത്രമേൽ ഈശ്വരാനുഗ്രഹം വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയത്ത് ലഭിക്കും. ഈ ഒരു സമയത്തിന് വൃശ്ചികം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ കാലം, ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ജാതകവശാലുള്ള ഗ്രഹസ്ഥിതിയൊക്കെ നിങ്ങളെ ഈ സമയത്ത് വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സെപ്റ്റംബർ മാസം 28 കന്നിമാസത്തിലെ ആയില്യനാൾ മുതൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഇത്രയും കാലം മകരം രാശിക്കാരായ ഓരോ വ്യക്തികളും അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടൊഴിയുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രാരാബ്ധങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്ന സമയമാണ്. അത്രമേൽ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് വന്നവരാണ് മകരം രാശിക്കാർ. മകരം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ നല്ല നിലയിൽ നിന്നും താഴേക്ക് പതിച്ച ഒരവസ്ഥ അനുഭവത്തിലുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. നമ്മൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നത് അവരിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ചതി, വഞ്ചന, കബളിപ്പിക്കപ്പെടലൊക്കെ അനുഭവത്തിൽ വന്ന സമയം. നമ്മൾ കൊടുത്ത പണം നമ്മളിലേക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ പലതരത്തിലുള്ള പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിവുകൾ, അതുപോലെ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ അവസ്ഥകൾ. ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലർക്കും.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഭവന നിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങി പല പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന മകരം രാശിക്കാരുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പൊതുവേ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അലട്ടുന്ന പ്രശ്നങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. ഓരോ മകരം രാശിക്കാരനും പ്രശ്നങ്ങൾ ഓരോ വിധത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രശ്നങ്ങൾക്ക് കുറവില്ല. പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് ആ ഒരു ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങളൊക്കെ ഈ ഒരു സെപ്റ്റംബർ 28 മുതൽ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറുക. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. കുടുംബത്തിൽ ചില മംഗള കാര്യങ്ങൾ സംഭവിക്കുക. വിദേശ ജോലി, വിദേശ യാത്രയൊക്കെ അനുഭവത്തിൽ വരിക. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന സമയം. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന കാലം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ അത്രമേൽ വില കുറച്ച് കണ്ടിരുന്നവർ പോലും നിങ്ങൾക്കൊരു മതിപ്പ്, ഒരു ബഹുമാനം തരുന്ന തരത്തിൽ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്വന്തം ഭവനം വരെ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ പലർക്കുമുണ്ട്. അത്രമേൽ സാമ്പത്തിക പ്രതിസന്ധി, പ്രശ്നങ്ങൾ. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്. വരുന്ന പണം എങ്ങനെ ചിലവാകുന്നു എന്നറിയില്ല. അത്രമേൽ സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് മകരം രാശിയിൽപ്പെട്ട പലരും. ഇപ്പോഴും പലർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഒരു മുക്തി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം പതുക്കെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. പലർക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ടും ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയവുമാണ്. ഈ സെപ്റ്റംബർ മാസം 28 കന്നിമാസത്തിലെ ആയില്യനാൾ മുതൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈയൊരു സമയം കന്നിമാസത്തിലെ ആയില്യനാൾ മുതൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് കന്നിമാസത്തിലെ ആയില്യനാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് ഈ ഒരു സമയം ലഭിക്കുക. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ പ്രതിസന്ധി അത് വളരെ രൂക്ഷമാണ് പല കുംഭം രാശിക്കാരെ സംബന്ധിച്ചും. ചിലവുകൾ നമ്മുടെ കൈകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലാണ് പലരെയും സംബന്ധിച്ച്. വരവ് എത്രയാണോ വരവിൻ്റെ 10 മടങ്ങാണ് പലർക്കും പലതരത്തിലുള്ള ചിലവുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അങ്ങനെയുള്ള കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ലഭിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ചെയ്യുന്ന ജോലിയിലാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട ഒരു വരുമാനമില്ലാതിരിക്കുന്ന അവസ്ഥ പലർക്കുമുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലൊക്കെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ, പരാജയങ്ങൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ പലരെയും സാമ്പത്തികപരമായിട്ട് വളരെയധികം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ പെട്ടെന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് ചിലരെ സംബന്ധിച്ച് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, മറ്റു ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ചിലരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും പലതരത്തിലാണ് അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ളത്.
ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാതെ പലതും പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. പലരെയും സംബന്ധിച്ച് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ കാരണം അത്രമേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നവരും ധാരാളമാണ്. നമുക്ക് ആരാണോ വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിച്ചത്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എല്ലാ കാലവും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവരിൽ നിന്ന് പോലും നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ ലഭിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, പണമിടപാടുകളിലൊക്കെ പലതരത്തിലുള്ള കബളിപ്പിക്കപ്പെടലുകളൊക്കെ ഈ ഒരു സമയത്ത് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചവർ തന്നെ നമ്മളെ ചതിക്കുന്ന അവസ്ഥയൊക്കെ കുംഭം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുണ്ട്. അതുപോലെ ഭവന നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തിയാക്കാനും കഴിയാത്ത അവസ്ഥയോ, അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ കുംഭം രാശിക്കാരനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പലരെയും സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കോടതിയുടെ ആ ഒരു രീതിയിൽ വരെ വിവാഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പലരും വിവാഹ മോചനത്തിൻ്റെ വക്കിലാണ്. മറ്റു ചിലരാകട്ടെ അപ്രതീക്ഷിതമായിട്ടുള്ള കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് 2 വീടുകളിലായി വേർപിരിഞ്ഞ് കഴിയേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാലതാമസമൊക്കെയാണ് കുംഭം രാശിക്കാരായ പലർക്കും അനുഭവത്തിൽ വരുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പരമമായ സത്യം. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്ന്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുകയും ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ ഒരു മുക്തി, ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. ജോലി ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചൊരു ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ജോലി ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക, കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ ഒരു നല്ല മാറ്റം, ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു നല്ലൊരു പുരോഗതി, നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു പണം ലഭിക്കുന്ന ഒരവസ്ഥ, ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള അത്രമേൽ രൂക്ഷമായ അവസ്ഥ വിട്ടുമാറി നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ, കടബാധ്യതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്കും ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമൊക്കെ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. പലതരത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നാൾ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല മാറ്റം, ഒരു നല്ല ഗുണഫലം അനുഭവത്തിൽ വരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചും വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നത്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശാകാലം ശുഭദശയാണോ പാപദശയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ജാതകവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്താൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആദിപരാശക്തിയെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കന്നിമാസത്തിലെ ആയില്യം നാൾ മുതൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.